മനുഷ്യന്റെ കർമ്മ കലശം ചെയ്യാൻ രണ്ട് പുത്രന്മാർക്ക് മാത്രമേ ഭാഗ്യം സിദ്ധിക്കുന്നുള്ളൂ. നിങ്ങളിൽ അമൃത കലശം, അമൃതമുഖം എങ്ങനെയാണ് കലശമുണ്ടാക്കുന്നത് അല്ലെ? സത്തായിരിക്കുന്ന ഒരു ശിക്ഷനെ ഉത്തമനായിരിക്കുന്ന ഗുരു സാമം ദാനം വേദം ദണ്ഡം എന്നിരിക്കുന്ന ചതുർവിധമായിരിക്കുന്ന ഉപാധിയിൽ കൂടിയിട്ടാണ് വിദ്യ ജ്ഞാനം കൊടുക്കുന്നത്. എത്തില്ലമോ? പരമഴയിൽ നിന്നിട്ടും സൃഷ്ടിച്ചിരിക്കുന്ന കൽപ്പവൃക്ഷത്തിന്റെ തലച്ചോറന്നിരിക്കുന്ന കുലയിൽ താടനം ചെയ്തിട്ട് അതിൽ നിന്നിട്ട് മൂറി വരുന്ന ജ്ഞാനാമൃതം എന്നിരിക്കുന്ന സത്തായിരിക്കുന്ന കള്ളല്ല അതിന് പേര് അമൃതം. അത് നിറക്കുന്ന ഭാചനം അമൃതമുഖം. അത് ഏറ്റെടുത്ത് നടക്കാൻ യോഗ്യവന്മാര് നിങ്ങള് തന്ത്രിമാര് ശിരസിലേറ്റാനുള്ള യോഗ്യമുണ്ട്. നിങ്ങൾക്ക് ശിരസിലേറ്റണം. എന്തെല്ലാം ഉണ്ട് കലശത്ത്? സമൂർത്തികളുണ്ട്, സപ്തമാതൃക്കളുണ്ട്, അട്ടുതക്കി പാലകന്മാരുണ്ട്, ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയുണ്ട്, അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യരുണ്ട്. പലതും പലതുമുള്ള മഹാവിരാട്ടാണ് കലശം. അതിൽ നിറയുന്നവളാണ് ഞാനും എന്റെ ചങ്ങാതിമാരും.